ഓക്കെ, സോ നമുക്കിനി കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി 61 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിൽ ബി ഡിസ്കസിങ് ഈ ഒരു പാർട്ടിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യം, TDS ഈസ് നോട്ട് റിക്വയർഡ്. സോ എന്താണ് TDS എന്നുള്ളത് അറിയാമല്ലോ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അണ്ടർ സെക്ഷൻ 194. 194A എന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന TDS, അതായത് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, സെക്യൂരിറ്റീസിൻ്റെ മേളിലുള്ള ഇൻട്രസ്റ്റ് അല്ല, അതല്ലാത്ത ഇൻട്രസ്റ്റുകൾ ഒരാൾ പേ ചെയ്യുമ്പോൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സെക്ഷനാണ് 194A. സോ 194Aയിൽ ആര് ഏത് തരത്തിലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോഴാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എത്ര രൂപയാണ് അതിൻ്റെ ലിമിറ്റെന്നും എത്ര ശതമാനമാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ വ്യക്തമായിട്ട് ഈ സെക്ഷനകത്ത് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് പറയുന്നത് 194Aയിൽ പറയുന്ന ഏറ്റവും മിനിമം പല എമൗണ്ട്, അപ്പോൾ ഇൻട്രസ്റ്റ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ലിമിറ്റും പലയിടത്തും മാറുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ബാങ്കിൽ കൊണ്ട് FD ഇടുന്നു. സോ ബാങ്ക് നമുക്ക് പലിശ തരും. അപ്പോൾ 194Aയിൽ പറയുന്നുണ്ട്, ഒരു വർഷം 40,000 രൂപയ്ക്ക് മേളിലാണ് ഇൻട്രസ്റ്റ് തരുന്നതെങ്കിൽ അവർ 10% ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് തരത്തുള്ളൂ. ഇനി സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് മേളിൽ ഇൻട്രസ്റ്റ് പോവുകയാണെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് തരത്തുള്ളൂ. ഓക്കെ, പക്ഷേ അത് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, സൊസൈറ്റികൾ എന്നിവ തരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന് അല്ലെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റിൻ്റെ മേളിൽ തരുന്ന ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ്. അതല്ലാതെ വേറെയും അതല്ലാതെയുള്ള ഇൻട്രസ്റ്റിനെ പറ്റിയും മറ്റുള്ളവർ തരുന്ന ഇൻട്രസ്റ്റിനെ പറ്റിയും ഇതേ സെക്ഷനിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും മിനിമം ലിമിറ്റ് 5,000 രൂപയാണ്. സോ 5,000 രൂപയ്ക്ക് മേളിൽ ഒരാൾ ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ ദേ വിൽ ഡിഡക്റ്റ് 10% ഇൻട്രസ്റ്റ്. സോ ഇവിടെ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അവിടെ വ്യക്തമായിട്ട് പറയണം, ലോൺ തുക. അപ്പോൾ നമ്മളൊരാൾക്ക് ലോൺ കൊടുത്തു, കടം കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോൺ കൊടുത്തു എന്നുള്ള ലോൺ നമ്മൾ എടുത്തു, എന്നിട്ട് ആ ലോണിൻ്റെ മേളിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ലോൺ എടുത്ത സ്ഥിതിക്ക് വി നീഡ് ടു പേ ഇൻട്രസ്റ്റ്. സോ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. എത്രയ്ക്ക് മേളിൽ പോകുമ്പോഴാണ് അത് മനസ്സിലാക്കണം. ദ ആൻസർ ഈസ് 5,000. 5,000 രൂപയ്ക്ക് മേളിൽ പോയാൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. സോ 2,500 തെറ്റ്, 7,500 തെറ്റ്, 20,000 തെറ്റ്. സോ അതാണ് 61. ദെൻ 62. ഓൺ സാലറി പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാക്സ് ഈസ് റിക്വയർഡ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ്. നമ്മൾ ഈ സാലറി പേ ചെയ്യുമ്പോൾ ടാക്സ് എപ്പോഴാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? അത് ഓരോ പേയ്മെൻറ്റിൻ്റെ സമയത്ത്, ഇപ്പോൾ സാലറി ആവട്ടെ, റെൻ്റ് ആവട്ടെ, കോൺട്രാക്ട് പേയ്മെൻറ്റുകളാവട്ടെ, പ്രൊഫഷണൽ ഫീസ് ആവട്ടെ, ടെക്നിക്കൽ ഫീസ് ആവട്ടെ, അത് എന്ത് പേയ്മെൻറ്റ് വേണമെങ്കിലും ആവട്ടെ, ഓരോ പേയ്മെൻറ്റിൻ്റെ സമയത്തും നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതിന് ഓരോ സമയമുണ്ട്. മിക്കവാറും പേയ്മെൻറ്റുകൾ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങൾ ടാക്സ് കട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത് ഒന്നുകിൽ നിങ്ങൾ ആ പേയ്മെൻറ്റ് നൽകുമ്പോൾ, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് നൽകാൻ സമയമാകുമ്പോൾ, വിച്ച് എവർ ഈസ് ഏർലിയർ, അങ്ങനെയാണ്. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. എപ്പോഴാണ്? പേയ്മെൻറ്റ്. സോ ശമ്പളം കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ സമയമായി, ഉദാഹരണം പറയുകയാണെങ്കിൽ വാടക കൊടുക്കാൻ സമയമായി, പക്ഷെ വാടക നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. സോ നമ്മൾ വാടക കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ വാടകയുടെ മേളിൽ വരുന്ന ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് സർക്കാരിലേക്ക് എന്ത് ചെയ്തിരിക്കണം, അടച്ചിരിക്കണം. അവിടെ പേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ശമ്പളം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ടാക്സ് കട്ട് ചെയ്താൽ മതി. സോ അതിനിവിടെ പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റിംഗ് ദ എംപ്ലോയി വിച്ച് എവർ ഈസ് ഏർലിയർ തെറ്റാണ്, ക്രെഡിറ്റിംഗ് ദ എംപ്ലോയി തെറ്റാണ്, റിട്ടയർമെൻറ്റ് ഓഫ് എംപ്ലോയി തെറ്റാണ്. സോ 62. ദെൻ 63. വേർ അസസ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ്, ബിലേറ്റഡ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ അസസ്മെൻറ്റ് ഇയർ 24-25 ക്യാൻ ബി ഫയൽഡ് അപ്പ്. ഇത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ, നമ്മൾ കറക്റ്റ് സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ നമുക്ക് വൈകിയായാലും റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനൊരു സമയമുണ്ട്. ഇപ്പോൾ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. പ്രീവിയസ് ഇയറിലെ ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അസസ്മെൻറ്റ് ഇയറിലാണ്. അസസ്മെൻറ്റ് ഇയറിൽ ചില ആൾക്കാർക്ക് 31 ജൂലൈ ആണ്, ചില ആൾക്കാർക്ക് 31 ഒക്ടോബർ ആണ്, പിന്നെ ചില ആൾക്കാർക്ക് 30 നവംബർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഇനി ഈ സമയം അനുവദിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞാലും നമുക്ക് ഫയൽ ചെയ്യാം. അങ്ങനെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യുന്ന റിട്ടേണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിലേറ്റഡ് റിട്ടേൺ.
സോ ബിലേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാനുള്ള സമയം ഏതാണ്? അതായത് നമ്മളിപ്പോൾ സമയം കഴിഞ്ഞു പോയി, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല. പക്ഷേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യും. യെസ്, നിങ്ങൾ എന്താ റിട്ടേൺ ഫയൽ ചെയ്യാത്തത്? റിട്ടേൺ ഫയൽ ചെയ്യാൻ മറന്നുപോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യുമെന്ന് ദേ വിൽ ഇൻഫോം അസ്. പക്ഷെ നമ്മൾ അതിന് മറുപടി കൊടുത്തതുമില്ല, റിട്ടേൺ ഫയൽ ചെയ്തുമില്ല. സോ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകത്തെ അവരെന്ത് ചെയ്യും? യെസ്, ഓൺ ആൻ എസ്റ്റിമേറ്റ് ബേസിസ് ദേ വിൽ അസസ്. സോ ദേ വിൽ കംപ്ലീറ്റ് ദി അസസ്മെൻറ്റ്. അങ്ങനെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ പക്കലുള്ള നമ്മുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊരു അസസ്മെൻറ്റ് പൂർത്തിയാക്കി നമുക്ക് ഇത്ര ഇൻകം ഉണ്ടെന്നും അതിൽ ഇത്ര ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നും കാണിച്ച് നമ്മളോട് ടാക്സ് അടയ്ക്കാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടും. മനസ്സിലാവുന്നുണ്ട്? ടാക്സ് അടയ്ക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. അങ്ങനെ ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻ്റ് എന്ന് പറയും. വൺസ് റെഗുലർ അസസ്മെൻറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വൈകിയാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ വൈകി ഫയൽ ചെയ്യുന്നതിൻ്റെ സമയം ഏതാണ്? ഡിസംബർ 31. സോ അസസ്മെൻറ്റ് ഇയറിലെ ഡിസംബർ 31 മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? യെസ്, ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. സോ ഇവിടെ അസസ്മെൻറ്റ് ഇയർ 24-25 ഈ അസസ്മെൻറ്റ് ഇയർ 24-25 ഡിസംബർ 31 എന്ന് വെച്ചാൽ ഡിസംബർ 31, 2024. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. 64. When an assessment has not been completed, a revised return can be filed. അതായത് നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തു, റിട്ടേൺ ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഫയൽ ചെയ്തു. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അസസ്മെൻറ്റ് നടക്കും. അപ്പോൾ അസസ്മെൻറ്റ് എന്തായാലും നടന്നിട്ടില്ല, അസസ്മെൻറ്റ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കി, അയ്യോ അബദ്ധം പറ്റിപ്പോയി, നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ആക്ച്വലി നമ്മൾ തെറ്റായിട്ടാണ് ഫയൽ ചെയ്തത്, നമ്മൾ പല വിവരങ്ങളും കാണിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വൺസ് ഫയൽ ചെയ്ത് റിട്ടേണിന് നമുക്ക് തിരുത്താനായിട്ട് അനുവാദമുണ്ടോ, അവസരമുണ്ടോ? യെസ്, യു ഹാവ് ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. സോ യു കുഡ് റിവൈസ് യുവർ റിട്ടേൺ. ഇതിനാണ് നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയും. റിവൈസ്ഡ് റിട്ടേണും എത്ര നാൾക്കുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം? അതും ഈ പറഞ്ഞതുപോലെ തന്നെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാം. അതും പറയുന്നത് അസസ്മെൻറ്റ് ഇയർ ആരംഭിച്ച് 9 മാസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്. അസസ്മെൻറ്റ് ഇയർ ആരംഭിച്ച്, അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. പക്ഷേ അസസ്മെൻറ്റ് ഇയറിൻ്റെ 9ാമത്തെ മാസം അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ ഒരു അസസ്മെൻറ്റ് ഇയറിൻ്റെ 9ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഡിസംബർ 31 തന്നെയാണ്. സോ അത് ഫ്രം ദി വിത്തിൻ 9 months. ഇതാണ് എൻ്റെ യെസ് 9 months ആണ് വരിക. സോ ആൻസർ ഈസ് 9 months. സോ ഇത് തെറ്റാണ്. Next, 65. Clubbing provision under 64(1)(6) are applicable where assets is transferred by an individual for inadequate consideration to. Yes. സോ അവിടെ ഒരു കാര്യം പറയാണ്. അപ്പോൾ 64(1)(6) പറയുന്നത് മരുമകളുടെ പേരിലേക്ക് നമ്മളൊരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിത്തൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മളിലേക്ക് തന്നെ എന്ത് ചെയ്യും? നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് അവരുടെ ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോ എങ്കിൽ ആ മരുമകൾക്കുണ്ടാകുന്ന ഇൻകം നമ്മുടെ ഇൻകമായി തന്നെ എന്ത് ചെയ്യും? പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. സോ സൺസ് വൈഫ്, അതാണ്. സോ മരുമകളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് ടാക്സ് വെട്ടിപ്പ് നടക്കുന്നതല്ല. മരുമകളുടെ പേരിലേക്ക് നിങ്ങൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മരുമകൾക്ക് ആ അസറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻകം അത് മരുമകളുടെ ഇൻകമായിട്ടല്ല കണക്കാക്കുക, മറിച്ച് നമ്മുടെ ഇൻകമായിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുന്നത്. 66. Section 64(1)(a) Income accruing to a minor child shall be clubbed in the income of. മൈനർക്കുണ്ടാകുന്ന ഒരു ഇൻകം അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ വരുമാനത്തിലേക്ക് ക്ലബ് ചെയ്യണമെന്നാണ്. പ്രൊവൈഡഡ് മൈനർ ഒരു ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്നെസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാകാൻ പാടില്ല. അല്ലെങ്കിൽ മൈനർ സ്വന്തം എഫേർട്ട് വെച്ചിട്ട് അവൻ്റെ കഴിവ് വെച്ച് സ്കില്ല് വെച്ച് ജനറേറ്റ് ചെയ്ത ഇൻകം ആയിരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാതെ സാധാരണ ഒരു മൈനർക്കുണ്ടാകുന്ന ഇൻകം അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഇൻകമായി കണക്കാക്കുക. അപ്പോൾ അച്ഛൻ്റെ ഇൻകമായിട്ട് കണക്കാക്കൂ, അമ്മയുടെ ഇൻകമായിട്ട് കണക്കാക്കൂ. അച്ഛനാണോ അമ്മയ്ക്കാണോ കൂടുതൽ വരുമാനമുള്ളത് ആ കൊല്ലം അവരുടെ വരുമാനമായിട്ടാണ് എന്ത് ചെയ്യുക? കണക്കാക്കുക. സോ ഇത് പാരൻ്റ് ഹൂസ് ഇൻകം ബിഫോർ ക്ലബിങ് ഈസ് ഗ്രേറ്റ്. ഫാദറിൻ്റെ ആണോ? അല്ല. മദറിൻ്റെ ആണോ? അല്ല. ഫാദർ ഓർ മദർ അറ്റ് ഓപ്ഷൻ ആണോ? അല്ല. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടില്ല. ശരിക്കും ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. ഇപ്പോൾ പന്തയ കുതിരകളെ നമ്മൾ ഓൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത്തരം പ്രവൃത്തികളിലൂടെ യു എൻഡഡ് അപ്പ് ഇൻ എ ലോസ്.
ആ ലോസ് നിങ്ങൾക്ക് എത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കൊരു ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് അതാത് വർഷം സബ്ജക്റ്റ് കണ്ടീഷൻസ് മറ്റ് വരുമാനങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ലോസ് എന്ത് ചെയ്യാൻ കഴിയും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസോഴ്സിലൂടെ ഉണ്ടാകുന്ന ലോസ് എത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം? 4 വർഷത്തേക്കാണ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക. 8 വർഷം തെറ്റാണ്, ഇൻഡെഫിനിറ്റ്ലി തെറ്റാണ്, നൺ ഓഫ് ദി അബവ് തെറ്റാണ്. 68. മാക്സിമം പീരീഡ് ഫോർ വിച്ച് സ്പെക്കുലേഷൻ ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. എഗെയിൻ വീണ്ടും സ്പെക്കുലേഷൻ ലോസ് നിങ്ങൾക്ക് എത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം? സ്പെക്കുലേഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹക്കച്ചവടം എന്നുള്ളതാണ്. സ്പെക്കുലേഷൻ ബിസിനസ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്, അതായത് യഥാർത്ഥത്തിലുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ മറ്റ് അസറ്റ്സിൻ്റെയോ കൈമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിനെ, ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ വിലയെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന ഊഹക്കച്ചവടങ്ങളുടെ വിലയുടെ കയറ്റിറക്കങ്ങളുടെ വിലയെ എന്ത് ചെയ്യുന്നു, ഊഹത്തിൽ മനസ്സിലാക്കി ചെയ്യുന്ന കച്ചവടത്തെയാണ് നമ്മൾ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പൊതുവെ പറയപ്പെടുന്നത്. ഇത്തരം സ്പെക്കുലേഷൻ ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നിങ്ങൾക്ക് സ്പെക്കുലേഷൻ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാകുന്ന ഇൻകവുമായി മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സ്പെക്കുലേഷൻ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പെക്കുലേഷൻ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതും ഈ പറഞ്ഞതുപോലെ 4 വർഷത്തേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക. 8 വർഷം തെറ്റാണ്, നിൽ തെറ്റാണ്, എനി നമ്പർ ഓഫ് ഇയേഴ്സ് തെറ്റാണ്. Then deduction under section 80C in respect of LIP എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് എക്സെട്ര, കുറേ 10-26 പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് 80Cക്കുള്ളിൽ. ഇത് ആർക്കാണ് ലഭിക്കുക? നമുക്കത് പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡിവിജ്വലിനും HUFനുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. എനി SSC തെറ്റാണ്. ഇൻഡിവിജ്വലിന് മാത്രമാണ്, ഇൻഡിവിജ്വലിന് കിട്ടും, പക്ഷേ ഇൻഡിവിജ്വലിന് മാത്രമല്ല. പിന്നെ ഇൻഡിവിജ്വൽ HUF റെസിഡന്റ് ആയിരിക്കണം നിർബന്ധമുണ്ട്? ഇല്ല, നോൺ റെസിഡന്റിനും 80C ഡിഡക്ഷന് അർഹതയുണ്ട്. then 70. Deduction under section 80D is allowed if premium is paid. 80D നമുക്കറിയാം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അടയ്ക്കുന്ന പ്രീമിയം തുക ഡിഡക്ഷനായിട്ട് കിട്ടുന്ന സെക്ഷനാണ് 80D. പക്ഷേ നമ്മൾ ഈ പോളിസി എവിടെ നിന്ന് എടുത്തതായിരിക്കണം? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിന്ന് എടുത്ത പോളിസിയാണോ? അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആണ്. സോ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാം. ഓർ എനി അതർ ഇൻഷുറർ അപ്രൂവ്ഡ് ബൈ IRDA കറക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസോ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ തെറ്റാണ്, നൺ ഓഫ് ദി അബവ് തെറ്റാണ്. 71. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. റിബേറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഡിസ്കൗണ്ട് ആണ്. ഇത് ആർക്കാണ് അർഹതയുള്ളത്? ഇൻഡിവിജ്വൽ റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ്. കമ്പനികൾക്കാണോ? അല്ല, ഇൻഡിവിജ്വലിന് മാത്രമാണ് HUF അല്ല, റെസിഡന്റ് ഇൻഡിവിജ്വൽ, അതും 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് റിബേറ്റ്. ന്യൂ ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് റിബേറ്റ് ഉണ്ടായിരിക്കും. അടുത്ത 72. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80JJAA ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ന്യൂ വർക്കേഴ്സ്. പുതുതായി നമ്മൾ ജോലിക്കെടുക്കുന്ന എംപ്ലോയേഴ്സിന്, നമ്മൾ പുതിയ വർക്കേഴ്സിന്, ന്യൂ വർക്കേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 30% നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറയുന്ന സെക്ഷനാണ് 80JJAA. ഈ ഡിഡക്ഷൻ ആർക്കാണ് ലഭിക്കുക? ഈ ഡിഡക്ഷൻ ലഭിക്കുന്നത് ടാക്സ് ഓഡിറ്റിന് വിധേയമാകുന്ന വ്യക്തികൾക്കാണ്. അതിപ്പോൾ ഇൻഡിവിജ്വൽ ആവട്ടെ, HUF ആവട്ടെ, കമ്പനി ആവട്ടെ, ആർക്കും ഇത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. 73. മാക്സിമം എമൗണ്ട് വിച്ച് ക്യാൻ ബി ഡൊണേറ്റഡ് ഇൻ ക്യാഷ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ അണ്ടർ 80G. 80G എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് 80G. പക്ഷേ അതിലൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ സംഭാവന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ക്യാഷ് ആയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. പിന്നെ ക്യാഷ് കൊടുക്കാം, പരമാവധി 2000 രൂപ വരെ കൊടുക്കാം. 5000, 10000, 15000 തെറ്റാണ്. 74. വേർ എ മെമ്പർ ഓഫ് HUFിലെ ഒരംഗം has converted or transferred his self-acquired property. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി, അത് ആരോ ആവട്ടെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർത്ത എന്ത് ചെയ്തു? അവൻ്റെ അസറ്റ് അവൻ HUFന് നൽകി. ഇപ്പോൾ ആ അസറ്റിൽ നിന്ന് HUFന് ഒരു വരുമാനം ഉണ്ടാവുകയാണ്. ആ വരുമാനം ആരുടെ വരുമാനമായി കണക്കാക്കും? ആ വ്യക്തിയുടെ വരുമാനമായി കണക്കാക്കുമോ അതോ HUFൻ്റെ വരുമാനമായി കണക്കാക്കും? ഇപ്പം നിലവിലെ അസറ്റ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? HUFൻ്റെ കയ്യിലാണ്. പക്ഷേ ഇത് ആ HUFലെ ഒരു മെമ്പർ വെറുതെ കൊടുത്ത ഒരു അസറ്റാണ്. നോക്കൂ, ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ഇൻ ടു ജോയിൻറ്റ് ഫാമിലി പ്രോപ്പർട്ടി. ഇൻകം അറൈസിങ് ദെയർഫ്രം ഈസ് ടാക്സബിൾ ആസ് ദി ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ മെമ്പർ. അത് ആ മെമ്പറുടെ ഇൻകമായിട്ടാണ് എന്ത് ചെയ്യുക, കണക്കാക്കുക. അല്ലാതെ HUFൻ്റെ ഇൻകമായിട്ടല്ല, ആ കർത്തയുടെ ഇൻകമായിട്ടല്ല, അല്ലെങ്കിൽ അത് എക്സംപ്റ്റഡും അല്ല.
കർത്ത എന്ന് വെച്ചാൽ ഇപ്പോൾ ആ മെമ്പർ എന്ന് പറയുന്നത് കർത്തയാണെങ്കിൽ ഉറപ്പായിട്ട് അത് കർത്തയുടെ, അല്ല വേറെ ഏതെങ്കിലും ഒരു മെമ്പറാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ചു, അപ്പോഴത് കർത്തയുടെ കയ്യിൽ എന്താവില്ല, ടാക്സബിൾ ആവില്ല. 75. അഡ്വാൻസ് ടാക്സ് ഷാൽ ബി പേയബിൾ ബൈ എനി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് കറണ്ട് ഇൻകം ഈസ്. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത്, യെസ്. അപ്പോൾ അതിനകത്ത് ഒരു അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ലിമിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 10,000 രൂപയോ അതിന് മേളിൽ വരുമ്പോഴാണ് നമുക്ക് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടി വരിക. ദെൻ ലയബിലിറ്റി ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഇൻ കേസ് ഓഫ് ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അറൈസ് അറ്റ് ദ ടൈം. അത് നോക്കും, നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ്, നമ്മളൊരു സെക്യൂരിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ആ സെക്യൂരിറ്റിയുടെ മേലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുക, അത് എപ്പോഴാണ് നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക? സോ സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റിൻ്റെ മേലുള്ള ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് earlier. സോ അതാണ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് earlier. പേയ്മെൻറ്റ് തെറ്റാണ്, അക്രൂവൽ തെറ്റാണ്, നൺ ഓഫ് ദി അബവ് തെറ്റാണ്. ദെൻ 77. ഹൂ ഈസ് എംപവേർഡ് ടു മേക്ക് ലോ for matters contained in list 2 of schedule 7 of Constitution of India. സോ ഇന്ത്യൻ ഭരണഘടനയിലെ 7ാമത്തെ ഷെഡ്യൂളിനകത്തുള്ള ലിസ്റ്റ് 2 സ്റ്റേറ്റ് സബ്ജക്റ്റുകളാണ്. സോ സ്റ്റേറ്റ് സബ്ജക്റ്റുകളെ സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉറപ്പായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അതിൽ അധികാരമുള്ളത്. ദെൻ പവർ ടു മേക്ക് ലോ വിത്ത് റെസ്പെക്ട് ടു goods and services tax has been given by constitution wide article. Power to make law with respect to GST. GSTയെ സംബന്ധിച്ച് നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ വഴിയാണ്? 246A. യെസ്. അടുത്തൊരു സിമ്പിൾ ചോദ്യം, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിഗ്രസീവ് ഇൻ നേച്ചർ ആണോ, പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണോ, അതോ ബോത്ത് 1 and 2 ആണോ, ഓർ നൺ ഓഫ് ദീസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അതൊരു റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. യെസ്. ഒരു മിനിറ്റ്, ഒരു മെസ്സേജ്. ഓക്കെ, 80ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സി ശരി, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയും. എന്താണ് ഈ റിഗ്രസീവ് നേച്ചർ, പ്രോഗ്രസീവ് ഇൻ നേച്ചർ? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ നമ്മൾ പറയാറുണ്ട്. വൈ ഇറ്റ് ഈസ് സെറ്റ് സോ? അതായത് ഇപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സും കൂടും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സിനകത്ത് പറയുന്നത്. അപ്പോൾ കൂടുതൽ വരുമാനമുള്ളവർ എന്ത് ചെയ്താൽ മതി? ടാക്സ് പേ ചെയ്താൽ മതി. കുറവ് വരുമാനമുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സ് തീരെ പേ ചെയ്യാതിരിക്കാനും പറ്റും, അതുപോലെ തന്നെ കുറച്ച് ടാക്സ് പേ ചെയ്യാനും പറ്റും. ഇപ്പോൾ റിബേറ്റൊക്കെ വന്ന സ്ഥിതിക്ക് വലിയൊരു അളവിൽ എന്തുണ്ട്, ഇപ്പോൾ ടാക്സ് ആശ്വാസം ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അതൊരു പ്രോഗ്രസീവ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. റിഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ആര് സാധനം വിറ്റാലും വാങ്ങിച്ചാലും ടാക്സ് എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടി വരും. അവിടെ അവരുടെ വരുമാനമോ സ്റ്റാറ്റസോ ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ടാക്സുകളുടെ പ്രത്യേകത. 81. ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ ബാധ്യത, ടാക്സ് ആരാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. യെസ്. അതിന് മുന്നേ 80ാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് ടിക്ക് ചെയ്തു, പക്ഷേ പറയാൻ വിട്ടുപോയി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്? അപ്പോൾ GST ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? അതെ. കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? അതെ. ഇൻകം ടാക്സ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് അല്ല, ഡയറക്റ്റ് ടാക്സ് ആണ്. ദെൻ ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ ബാധ്യത ആരിലേക്കാണ് വരുന്നത്? അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കാണ് വരുന്നത് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഡിഫറെൻറ്റ് പേഴ്സൺ നമുക്ക് പറയാം. സ്റ്റേറ്റ് ഗവൺമെൻറ് തെറ്റാണ്, നൺ ഓഫ് ദോസ് എബോവ് തെറ്റാണ്. ദെൻ 82. ലെവി ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയിൻ ലീഡ് ടു. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മേളിൽ വരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് എന്തിലേക്ക് വഴിതെളിക്കും? സ്വാഭാവികമായി വിലക്കയറ്റത്തിലേക്ക്. ഒരു പ്രോഡക്റ്റിൻ്റെ വിലയുടെ മേളിലേക്ക് ടാക്സ് കൂടി വരുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വില വർദ്ധിക്കുകയല്ലേ ചെയ്യുക? സ്വാഭാവികമാണെന്ന്. ദെൻ 83. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സ് ആർ ഡെൽറ്റ് ബൈ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സുകളെ കൈകാര്യം ചെയ്യുന്ന സമിതി ഏതാണ്? CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ്
കസ്റ്റം. CBDT ഡയറക്റ്റ് ടാക്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, NIC അല്ല, UGS അല്ല. 84 ഇൻ പ്രീ GST റെജിം, അതായത് GST വരുന്നതിന് മുന്നേ എക്സൈസ് ഡ്യൂട്ടി ഹാസ് ബീൻ ലെവീഡ് ബൈ ഡാഷ് ഗവൺമെൻറ് വെറസ് വാറ്റ് ഹാസ് ബീൻ ലെവീഡ് ബൈ ഡാഷ് ഗവൺമെൻറ് ഓൺ ഗുഡ്സ്. അപ്പം ഡാഷ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എക്സൈസ് ഡ്യൂട്ടി ലെവി ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ്. വാറ്റ് ലെവി ചെയ്തിരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സോ സ്റ്റേറ്റ് സെൻട്രൽ തെറ്റാണ്, സെൻട്രൽ തെറ്റാണ്, സ്റ്റേറ്റ് തെറ്റാണ്. എക്സൈസ് ഡ്യൂട്ടിന് എക്സൈസ് തന്നെ ക്വസ്റ്റ്യനിലൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഈ എക്സൈസിൽ തന്നെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടിന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യണം ആ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും തെറ്റൊക്കെ വരാം. ഓക്കെ, 85 കാസ്കേഡിംഗ് എഫക്റ്റ്, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാസ്കേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിന് മേളിൽ ടാക്സ് വരുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാസ്കേഡിംഗ്, ടാക്സ് ഓൺ ടാക്സ്. ടാക്സ് ഓൺ ഗുഡ്സ്, ടാക്സ് ഓൺ സർവീസ്, നൺ ഓഫ് ദീസ് തെറ്റ്. 85. 86 Who is empowered to make law for matters contained in list 1 of schedule 7? ഓക്കെ, അപ്പോൾ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് ആരുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്? സെൻട്രൽ ഗവൺമെൻറ്. ലിസ്റ്റ് 2 ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന് കണ്ടു. ബോത്ത് സെൻട്രൽ സ്റ്റേറ്റ് തെറ്റാണ്. 87 The items which will be taxable both under current central excise law and new GST. അതായത് ഇപ്പോൾ GST വന്നതിന് ശേഷം മുമ്പുണ്ടായിരുന്ന പല ടാക്സുകളെയും റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മേളിൽ GST വരുന്നതിന് മുന്നേ ചിലപ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആയിരിക്കാം ഉണ്ടായിരുന്നത്. പക്ഷേ GST വന്നതിന് ശേഷം ആ പ്രോഡക്റ്റിൻ്റെ മേളിൽ നിന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പോയിട്ട് പകരം ഏത് വന്നിട്ടുണ്ട്? ആ പ്രോഡക്റ്റിന് മേളിൽ GST. പക്ഷേ ഒരു പ്രോഡക്റ്റിൻ്റെ മേളിൽ മാത്രം GST വന്നിട്ടും ആ പഴയ ടാക്സ് അവിടെ തന്നെ ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഏത് കൂടി വന്നിട്ടുണ്ട്? GST കൂടി. അപ്പോൾ അത് ഏത് പ്രോഡക്റ്റാണ്? അത് ടൊബാക്കോ പ്രോഡക്ട്സ്, സിഗരറ്റ്, ടൊബാക്കോ പുകയില ഉൽപ്പന്നങ്ങളാണ്. സോ മോട്ടോർ സ്പിരിറ്റ് തെറ്റാണ്, ആൽക്കഹോൾ തെറ്റാണ്, ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട് നാച്ചുറൽ ഗ്യാസും തെറ്റാണ്. യെസ്. ഹൂ ഈസ് ദി ചെയർമാൻ ആൻഡ് ഹെഡ് ഓഫ് GST കൗൺസിൽ? നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്. യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ തെറ്റ്, പ്രസിഡന്റ് തെറ്റ്, സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ GST കൗൺസിൽ തെറ്റ്. ദെൻ IGST നിയമം എവിടെ വരെ ബാധകമാണ്? ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഹോൾ ഓഫ് ഇന്ത്യ. യെസ്, ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ തെറ്റ്. ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ, പോണ്ടിച്ചേരി തെറ്റാണ്. ഇന്ത്യ മുഴുവൻ IGST നിയമം ബാധകമാണ്. 90 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് GST? ഈ ക്വസ്റ്റ്യനിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഉത്തരവും ശരി തന്നെയാണ്. നോക്കിയാൽ ക്രിയേഷൻ ഓഫ് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ്, ഉറപ്പായിട്ടും GST വന്നതിന് ശേഷം നമ്മുടെ നാഷണൽ മാർക്കറ്റ് യൂണിഫൈ ആയിട്ടുണ്ട്. കാരണം എല്ലാ പ്രോഡക്റ്റിൻ്റെ മേളിലും ഇപ്പോൾ ടാക്സ് റേറ്റ് ഒന്നാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വർണം മേടിക്കാനായിട്ട് മലയാളികൾ തമിഴ്നാട്ടിലേക്ക് പോകുമായിരുന്നു. കാരണം കേരളത്തിലെ സെയിൽസ് ടാക്സ്, സ്വർണത്തിൻ്റെ ആഭരണത്തിന് മേലുള്ള സെയിൽസ് ടാക്സ് കേരളത്തിൽ കൂടുതലും, തമിഴ്നാട്ടിൽ അതിൻ്റെ സെയിൽസ് ടാക്സ് കുറവായിരുന്നു. അപ്പോൾ GST വന്നതിന് ശേഷം റേറ്റ് എല്ലാം ഒന്നാണ്. ബൂസ്റ്റ് ടു മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, ഉറപ്പായിട്ടും മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഉൽപ്പാദനം എന്താണ്? കാരണം ഇവിടെ ഈ ഒരു ടാക്സ് ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഒരു യൂണിഫോം സ്ട്രക്ചർ ഫോർ ടാക്സേഷൻ, എസ്പെഷ്യലി ഇൻ ഇൻഡയറക്റ്റ് ടാക്സേഷൻ വാസ് പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് ലീഡ്സ് ടു ലാക്ക് ഓഫ് അല്ലെങ്കിൽ എന്താണ് എബിലിറ്റി ടു മാനുഫാക്ചർ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എൻവയോൺമെൻറ്റ് ടു ക്രിയേറ്റ് എ മാനുഫാക്ചറിങ് സെനാരിയോ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉൽപ്പാദന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിന് ഒരുപാട് റോൾ ഉണ്ടായിരുന്നു. സോ അതിനെയെല്ലാം എന്താണ് നമ്മൾ കടപുഴുക്കിക്കൊണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നതിനെയൊക്കെ എന്താണ് എടുത്ത് കളഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ GST നമ്മുടെ രാജ്യത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സർക്കാരിൻ്റെ പദ്ധതിക്ക് ഉറപ്പായിട്ടും അതൊരു ബൂസ്റ്റ് തന്നെയാണ്. സോ ഇത് ഉത്തരം ശരി തന്നെയാണ്, നമുക്കൊരിക്കലും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ദെൻ റിഡക്ഷൻ ഓഫ് കംപ്ലയൻസ് ബർഡൻ, ഓക്കെ, വളരെ ഒരു വലിയൊരു പോയിൻ്റാണത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു പോയിൻ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. റിഡക്ഷൻ ഓഫ്, നേരിട്ട് ഡയറക്റ്റ്ലി ഒരു ടാക്സ് പേയർക്ക് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസ്ഡ് ദി കംപ്ലയൻസ് ബർഡൻ ഓൺ ടാക്സ് പെയർ. അതൊരു സത്യമായിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെൻ ബോയൻസി ടു ദി ഗവൺമെൻറ് റവന്യൂ, ഗവൺമെൻറ്റിൻ്റെ വരുമാനം, ബോയൻസി എന്ന് പറഞ്ഞാൽ ഒരു ഉന്മേഷം എന്ന് വേണമെങ്കിൽ പറയാം.
അത് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ അതെന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വളർച്ച ഉറപ്പായിട്ടും GST റവന്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ എന്താണ് ശരിയാണ്. നമുക്ക് തൽക്കാലം ആ ഒരു പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്കങ്ങ് ഒഴിവാക്കാം. കാരണം അതിനകത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ ഓൾ ഓഫ് ദി അബോവ് എന്ന് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുക്കാമായിരുന്നു. നിങ്ങൾ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റാണ് അവിടെ പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും എന്ത് തന്നെയാണ്, ബെനിഫിറ്റ് തന്നെയാണ്. 91. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് ഹാവ് ബീൻ സബ്സ്യൂംഡ് ഇൻ GST വന്നപ്പോൾ ലയിച്ച് ചേർക്കപ്പെട്ട ടാക്സുകൾ ഏതൊക്കെയാണ്? സെൻട്രൽ സെയിൽസ് ടാക്സ് ലയിച്ച് ചേർക്കപ്പെട്ടു, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ലയിച്ച് ചേർക്കപ്പെട്ടു, വാറ്റ് ലയിച്ച് ചേർക്കപ്പെട്ടു. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഇന്ത്യ ഹാസ് ചോസൺ ഡാഷ് മോഡൽ ഓഫ് ഡുവൽ GST. ഇന്ത്യയിൽ നിലനിൽക്കുന്ന GST സംവിധാനത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡുവൽ GST മോഡൽ ആണ്. അപ്പോൾ ഈ ഡുവൽ GST മോഡൽ ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന്? കാനഡയിൽ നിന്ന് കോപ്പി അടിച്ച സംഭവമാണ്. USA, UK, ജപ്പാൻ തെറ്റാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2016 ഫോർ GST വാസ് 101st അമെൻമെൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 80th അല്ല, 122nd അല്ല, നൺ ഓഫ് ദി തെറ്റാണ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓൺ ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ടാക്സ് കാസ്കേഡിംഗ് എന്നാണ് പറയുക, ടാക്സ് ഇവേഷൻ എന്നോ പിരമിഡിംഗ് എന്നോ അല്ല പറയുന്നത്. ദെൻ UTGST ആപ്ലിക്കബിൾ ആകുന്നത് എപ്പോഴാണ്? യൂണിയൻ ടെറിട്ടറി GST. ഇപ്പോൾ നമ്മൾ SGSTക്ക് തുല്യമാണ് UTGST എന്ന് പറയുന്നത്. യൂണിയൻ ടെറിട്ടറികളിൽ മാത്രം ലെവി ചെയ്യപ്പെടുന്ന ടാക്സാണ് UTGST. ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ആ യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ തന്നെ സപ്ലൈ വരുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? യെസ്, ഈ ഒരു UTGST ലെവി ചെയ്യപ്പെടുന്ന സോൾഡ് ഫ്രം വൺ യൂണിയൻ ടെറിട്ടറി ടു സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി ടു ആ യൂണിയൻ ടെറിട്ടറിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് തെറ്റാണ്. സോൾഡ് ഫ്രം വൺ യൂണിയൻ ടെറിട്ടറി ടു അനദർ യൂണിയൻ ടെറിട്ടറി തെറ്റാണ്. ദർ ഈസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ തെറ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ തെറ്റിപ്പോയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ IGST ആണ് ഇവർ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യെസ് ഈ ഒരു ലാസ്റ്റ് ദർ ഈസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 96. Under which article of the Constitution GST Council has been constituted? GST Council രൂപീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? 246 തെറ്റാണ്, 246A തെറ്റാണ്, 279A ആണ് യെസ് ശരിയായിട്ടുള്ള ഉത്തരം. GSTN. GSTN എന്നത് GST നെറ്റ്വർക്ക് ഒരു സെക്ഷൻ 8 കമ്പനിയാണ്. നമ്മുടെ രാജ്യത്ത് GST സംവിധാനത്തിന് ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അത് ഒരു 51% ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. പിന്നെ അതിലൊക്കെ ഇപ്പം നിലവിൽ വ്യത്യാസമുണ്ട് കേട്ടോ. യെസ് അതിൻ്റെ ഉത്തരം. ദെൻ ദ ടേം സപ്ലൈ ഇൻക്ലൂഡ്സ്. സപ്ലൈ എന്ന് പറയുന്നതിനകത്ത് സെയിൽ ഉൾപ്പെടുമോ? ഉറപ്പായിട്ട് ഉൾപ്പെടും. ട്രാൻസ്ഫർ ഉൾപ്പെടുമോ? ബാർട്ടർ ഉൾപ്പെടുമോ? സോ ഓൾ ഓഫ് ദി അബവ് ഇതാണ് ഉത്തരം. Then which of the following activities or transactions shall be treated neither as supply of goods nor as supply of service? Supply of goods or supply of service ആയിട്ട് കണക്കാക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെയിൽ ഓഫ് ലാൻഡ് ബിൽഡിങ്ങും ഒരിക്കലും സപ്ലൈ ആയിട്ട് കണക്കാക്കത്തില്ല. ലീസ് ഓഫ് ലാൻഡ് സപ്ലൈ തന്നെയാണ്. റെന്റ് ഓഫ് ബിൽഡിംഗ് സപ്ലൈ തന്നെയാണ്. ഓൾ ഓഫ് ദി അബവ് തെറ്റാണ്. ദെൻ ഗിഫ്റ്റ്, ഒരു എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അത് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല, പ്രൊവൈഡഡ് ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ 50,000 രൂപയ്ക്ക് മേളിൽ പോയിട്ടില്ല എങ്കിൽ. സോ 50,000 ഈസ് ദി കറക്റ്റ് ആൻസർ. ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് ഡാഷ് ഇൻ വാല്യൂ ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ ബൈ എൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. 50,000 ആണ് ലിമിറ്റ്. 101. A hotel provides 4-day 3-night package with the facility of breakfast. This is a composite supply എന്നാണ് നമ്മൾ അതിനെ പറയുക. മിക്സഡ് സപ്ലൈ അല്ല. ബോത്ത് മിക്സഡ് കോമ്പോസിറ്റ് നൺ ഓഫ് ദി അബവ് തെറ്റാണ്. സോ ഇതൊക്കെ നമ്മൾ സപ്ലൈക്കകത്ത് വളരെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ മിക്സഡ് സപ്ലൈ? സോ മിക്സഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കോമ്പിനേഷൻ ഉണ്ടാകും. ഒന്നിലധികം സപ്ലൈകൾ ചേർന്ന് ഒറ്റ വിലയ്ക്ക് സപ്ലൈ ചെയ്തതായിരിക്കാം. പക്ഷേ അതിൽ ആ സപ്ലൈ ചെയ്യപ്പെട്ട സപ്ലൈകൾ ഒന്നും തന്നെ പരസ്പരം നാച്ചുറലി ബണ്ടിൽഡ് അല്ല. ദേ ആർ ആർട്ടിഫിഷ്യലി ബണ്ടിൽഡ്. ഇറ്റ്സ് നോട്ട് എ നാച്ചുറലി ബണ്ടിൽഡ്. അപ്പോൾ ഇതാണ് ഉത്തരം. എല്ലാം തെറ്റാണ്.
Then 103. In case of import of goods, which type of GST is applicable? ഇമ്പോർട്ടിൻ്റെ മേളിൽ GST വരും, ഉറപ്പായിട്ടും GST വരും. ഏത് GST ആണ് വരിക? IGST ആണ് വരിക. CGST, SCST, ബോത്ത് CGST, SCST ഇതെല്ലാം തെറ്റാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയോടൊപ്പം വി നീഡ് ടു പേ IGST ഓൾസോ. 104. റിവേഴ്സ് ചാർജ് മീൻസ് റെസിപ്പിയൻ്റ് പേ ചെയ്യുമ്പോഴാണ് എന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നത്. സപ്ലയർ പേ ചെയ്യുമ്പോഴല്ല. പാർട്ട്ലി റെസിപ്പിയൻ്റ്, പാർട്ട്ലി സപ്ലയർ അല്ല. നൺ ഓഫ് ദോസ് എബവ് തെറ്റാണ്. സോ റെസിപ്പിയൻ്റ് പേ ചെയ്യുമ്പോഴാണ് അതിനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നത്. 105. Which of the following can be issued by government to exempt goods or service on which tax is leviable in exceptional cases? സോ ചില എക്സെപ്ഷണൽ കേസുകളിൽ ഗുഡ്സിനോ സർവീസിനോ എക്സംഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പുറത്തിറക്കുന്നതിന് നമ്മൾ നോട്ടിഫിക്കേഷൻ എന്നല്ല, ജനറലി എക്സംപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് എക്സംഷൻ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. സോ ഇവിടെ സ്പെഷ്യൽ ഓർഡർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സംപ്റ്റ് ചെയ്യുന്നത്. ചില എക്സെപ്ഷണൽ കേസുകളിൽ എക്സംഷൻ നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പുറത്തിറക്കുന്ന ഉത്തരവുകളെ നമ്മൾ സ്പെഷ്യൽ ഓർഡേഴ്സ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. 106. റെൻറ്റിംഗ് ഓഫ് precincts of religious place meant for general public owned or managed by charitable trust under 12AA of the Income Tax Act shall be exempt if. അതായത് ഈ ആരാധനാലയങ്ങളാവട്ടെ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, അവരവരുടെ പ്രിസിങ്സ്, അവരുടെ ഇമൂവബിൾ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ ആ ചെയ്ത സേവനത്തിന് എക്സംഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് എക്സംഷൻ കിട്ടുക? റെൻറ്റിംഗ് ഓഫ് റൂം where per day charges is less than 1000. ശരിയാണോ? ശരിയാണ്. Renting of shops or other spaces for business or commerce where charges per month are less than 10,000. ശരിയാണോ? ശരിയാണ്. Renting of premises, community hall or open area where charges per day are less than 10,000. ശരിയാണോ? ശരിയാണ്. So the answer is all of the above. So this is the correct answer. തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കറക്റ്റ് ആൻസറിന് മാത്രം ഞാൻ യെല്ലോ കളർ കൊടുക്കും. ഓൾ ഓഫ് ദി അബോവ് ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗുഡ്സ് മാനുഫാക്ചർ ഈസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ സ്കീം? ഇനി പറയുന്നതിൽ ഏത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നവർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത? പാനും മസാല മാനുഫാക്ചർ ചെയ്യുന്നവർ കോമ്പോസിഷൻ പറ്റുമോ? പറ്റില്ല. ശരിയാണ്. ഐസ്ക്രീം പറ്റില്ല. Topical and manufactured tobacco substitute. So answer is all of the above. Again we do. 108. Time of supply of goods where supplier is liable to pay tax under forward charge shall be. എപ്പോഴാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് വരിക? സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ആണ് നമുക്ക് ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഒന്നുകിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ദിവസം whichever is earlier. സോ ഡേറ്റ് ഓഫ് ആക്ച്വൽ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അത് കറക്റ്റാണ്. ദ ലാസ്റ്റ് ഡേ ഓൺ വിച്ച് ഹീ ഈസ് റിക്വയർഡ് ടു ഇഷ്യൂ അതും കറക്റ്റാണ്. നമ്മൾ നോട്ടിഫിക്കേഷൻ ഉള്ളത് കാരണം നമുക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഡേറ്റ് നമ്മൾ പരിഗണിക്കാറില്ല. സോ ഈ കേസിൽ ആൻസർ വരുന്ന എ ഓർ ബി whichever is earlier ആണ് നമ്മൾ നോക്കുക. ദെൻ 108 കംപ്ലീറ്റ് ആയി. 109. ട്രാൻസാക്ഷൻ വാല്യൂ ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ക്യാൻ ബി റിജക്റ്റഡ്. സാധാരണഗതിയിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ വാല്യൂ. ഒരു ബയ്യറും സെല്ലറും തമ്മിൽ നടക്കുന്ന ഇടപാടിൽ അവിടെ ഫിക്സ് ചെയ്യപ്പെടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ട്രാൻസാക്ഷൻ വാല്യൂവിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. എപ്പോഴാണെന്ന് വെച്ചാൽ ബയ്യർ ആൻഡ് സെല്ലർ ആർ റിലേറ്റഡ് ആൻഡ് പ്രൈസ് ഈസ് നോട്ട് ദി സോൾ കൺസിഡറേഷൻ. എന്താ നോക്കിയേ, ബയ്യർ ആൻഡ് സെല്ലർ ആർ റിലേറ്റഡ് ആൻഡ് പ്രൈസ് ഈസ് നോട്ട് ദി സോൾ കൺസിഡറേഷൻ. കറക്റ്റാണ്. പ്രോഡക്റ്റ് ആർ സോൾഡ് അറ്റ് വെരി ലോ മാർജിൻ. തെറ്റാണ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ട്രാൻസാക്ഷൻ വാല്യൂ. തെറ്റാണ്. ഓൾ ഓഫ് ദി അബവ് തെറ്റാണ്. ദെൻ 110. ഇൻ കേസ് ഓഫ് ഗുഡ്സ് ഡിസ്പോസ്ഡ് ഓഫ് ബൈ വേ ഓഫ് ഫ്രീ സാമ്പിൾ. ഗുഡ്സ് നമ്മൾ ഫ്രീ സാമ്പിൾ ആയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ITC റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സപ്ലയർക്ക് ITC കിട്ടത്തില്ല. അതാണ് പോയിന്റ്. സപ്ലയർ കനോട്ട് ക്ലെയിം ITC. സോ ദാറ്റ് ഈസ് ദി ആൻസർ. Recipient can claim ITC. തെറ്റാണ്. സപ്ലയർ can claim ITC. തെറ്റാണ്. ITC can be claimed if value is more than 1000 എന്നുള്ളത് തെറ്റാണ്. ദെൻ 111. If the goods are received in installment then ITC can be availed. ഗുഡ്സ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ITC can be ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ITC എപ്പോഴാണ് എടുക്കാൻ പറ്റുക? ഓൺ ദ റെസീറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. പ്രൊപ്പോർഷനേറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ക്ലെയിം കിട്ടുന്ന സമയത്ത് തന്നെ 100% ITC എടുക്കാൻ പറ്റുമോ? യെസ്, അതും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ തെറ്റാണ്.
112. Person who is liable to be registered under section 22 or 24 shall apply for registration in every state or union territory in which he is so liable within. ലയബിൾ ആയി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ. 15 തെറ്റ്, 7 തെറ്റ്, നൺ ഓഫ് ദി അബവ് തെറ്റ്. ഇൻവോയ്സ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ടാക്സ് ഇൻവോയ്സ് എത്ര കോപ്പി നമ്മൾ പ്രിപ്പയർ ചെയ്യണം? ഇതൊക്കെ നമ്മൾ കാറ്റ് ലെവലിലുള്ള സാധാ സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് ഗുഡ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്ലിക്കേറ്റും, ഗുഡ്സ് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ്. ഡ്യൂപ്ലിക്കേറ്റ് തെറ്റാണ്, ട്രിപ്ലിക്കേറ്റ് തെറ്റാണ്, ട്രിപ്ലിക്കേറ്റ് തെറ്റാണ്. 114. ആനുവൽ റിട്ടേൺ GSTR 9 ഇസ് എ സമ്മറി ഓഫ് GSTR 1 ശരിയാണ്. 3B ശരിയാണ്. 4 ആക്ച്വലി 4 എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ആനുവൽ റിട്ടേൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തായിരുന്നാലും നമുക്കിവിടെ ഓൾ ഓഫ് ദി അബോ തൽക്കാലത്തേക്ക് ആൻസർ കൊടുക്കാം. നമ്മളിപ്പോൾ GSTR 4 ആനുവൽ റിട്ടേൺ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. ദെൻ വർഷത്തിൽ ഒരു തവണ നമ്മളിപ്പോൾ അത് ഫയൽ ചെയ്യുന്നുള്ളൂ. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് റിക്വയർഡ് ഡാഷ് ഫയലിംഗ് റിട്ടേൺ. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ആണോ ശേഷമാണോ അതിനോടൊപ്പമാണോ എപ്പോഴാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ടാക്സ് അടയ്ക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാം. സോ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. സോ ബിഫോർ തെറ്റാണ്, ആഫ്റ്റർ തെറ്റാണ്, ബിഫോർ ആഫ്റ്റർ തെറ്റാണ്. ദെൻ നെക്സ്റ്റ് 116. ആഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റ് ഫോർ ഓപ്റ്റിംഗ് കോമ്പൗണ്ടിങ് സ്കീം. നമുക്ക് കോമ്പോസിഷൻ സ്കീമാണ്. കോമ്പോസിഷൻ സ്കീം 1.5 കോടി രൂപയാണ് നമുക്ക് അതിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത്. 50 ലക്ഷം, 60 ലക്ഷം, 1 കോടി തെറ്റാണ്. യെസ്. Calculation of aggregate turnover to decide taxable minimum turnover will be based on all India turnover. Yes, basis. All India turnover basis. State wise alla nammal nokkunnu. State wise turnover excluding all India turnover excluding export. All India turnover edukkumbol external export inde koodi cherthittana nammal turnover നമ്മൾ നോക്കുന്നത്. ആഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു സിമ്പിൾ ചോദ്യം. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ ഫോം ഏതാണ്? നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. GST REG 06. ഇതൊക്കെ തെറ്റാണ്. യെസ്. അടുത്ത് ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം, അതിനകത്തൊരു തെറ്റുള്ളത് കൊണ്ടാണ് ഞാൻ 119 നമുക്ക് വിട്ടേക്കുക. ദെൻ 120. Various taxes have been subsumed in GST to make one nation, one market for consumers. Out of the following, determine which taxes have been subsumed in GST. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ ടാക്സസ് ആണ് GST വന്നപ്പോൾ അതിലേക്ക് ലയിച്ച് ചേർക്കപ്പെട്ടത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ലെവിബിൾ അണ്ടർ കസ്റ്റംസ്, ടാക്സസ് ഓൺ ലോട്ടറി, ടാക്സസ് ഓൺ അഡ്വർടൈസ്മെന്റ്. ഇത് മനസ്സിലാക്കണം. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി GSTയിലേക്ക് ലയിച്ച് ചേർക്കപ്പെട്ടോ? ഇല്ല. ലോട്ടറിയുടെ മേളിലുണ്ടായിരുന്ന ടാക്സോ? യെസ്. അഡ്വർടൈസ്മെന്റിന്റെ മേളിലുള്ള ടാക്സോ? യെസ്. സോ ആൻസർ ഈസ് 2 and 3. നമുക്ക് നോക്കാം. 2 and 3. യെസ്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ദെൻ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുകൊണ്ട് നമ്മൾ 120 വരെയാണ് നമ്മൾ പറഞ്ഞിരുന്ന സെഷൻ. അത് നമുക്ക് 121ലേക്ക് നമുക്ക് മാറ്റാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ഗുഡ്സ് അണ്ടർ CGST? ഇനി പറയുന്നതിൽ ഏതൊക്കെയാണ് നമ്മൾ ഗുഡ്സ് ആയി പരിഗണിക്കാത്ത ഐറ്റം? 1, നമുക്കറിയാം ഗുഡ്സ് എന്ന് പറയുന്നതിനകത്ത് കറൻസിയും സെക്യൂരിറ്റിയും നമ്മൾ ഗുഡ്സ് ആയിട്ട് കണക്കാക്കില്ല. അപ്പോൾ 10 പൈസ എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഹാവിങ് എ സെയിൽ വാല്യൂ ഓഫ്, കാരണം 10 പൈസ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പക്ഷേ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മളതിനൊരു വില ഇട്ട് നമ്മളിപ്പോൾ അതിനെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, ഒരു കളക്ഷനായിട്ട് സൂക്ഷിക്കുന്നതാണ്. സോ 10 പൈസ കോയിൻ ഹാവിങ് എ സെയിൽ വാല്യൂ ഓഫ് ₹100. അപ്പോൾ 10 പൈസ കോയിനുകൾ. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതൊരു ഗുഡ്സായി മാറുകയാണ്. ഉറപ്പായിട്ടും അതൊരു ഗുഡ്സായിട്ട് മാറുന്നു. ദെൻ അതുപോലെ തന്നെ ഷെയർ ഓഫ് അൺലിസ്റ്റഡ് കമ്പനി, സെക്യൂരിറ്റി ഒരിക്കലും ഒരു എന്തല്ല, ഗുഡ്സ് അല്ല. ലോട്ടറി ടിക്കറ്റ് ആക്ഷനബിൾ ക്ലെയിംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? ഗുഡ്സ് ആയിട്ട് ആക്ഷനബിൾ ക്ലെയിംസ് ഗുഡ്സ് ആണ്. സോ 1, 2 നോക്കൂ. നോട്ട് കൺസിഡർഡ് ആസ് ഗുഡ്സ് ആണ്. നോട്ട് കൺസിഡർഡ് ആസ് ഗുഡ്സ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ആൻസർ ഏതാണ്? നോട്ട് കൺസിഡർഡ് ആസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ 2 ആണ് നമുക്കിതിൻ്റെ ആൻസർ. യെസ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോയിന്റ് നമ്മൾ ഏത് മുതൽ ഡിസ്കസ് ചെയ്തു? പോയിന്റ് നമ്പർ 61 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 61 മുതൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. സോ ഇതുവരെ നമ്മൾ 120ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി.
നമുക്കിനി 60ഓളം ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ദാറ്റ് വി വിൽ ഡു ഇൻ ദി നെക്സ്റ്റ് സെഷൻ. സോ ഇത് റിവൈസ് ചെയ്യുക. ഓക്കെ.